പ്രധാനമന്ത്രിയുടെ മുസ്ലിം വിരുദ്ധ പ്രസംഗം സുപ്രീം കോടതിയിൽ ഉന്നയിക്കാൻ സിപിഐഎം. ബൃന്ദ കാരാട്ടിന്റെ അഭിഭാഷകൻ വിഷയം ഉന്നയിക്കും. ദില്ലി പോലീസിൽ പരാതി നൽകിയിട്ടും കേസെടുക്കാത്ത സാഹചര്യത്തിലാണ് സിപിഐഎം സുപ്രീം കോടതിയെ സമീപിച്ചത്. ശ്യാം ദേവരാജ്, ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റ്, തത്സമയം നമുക്കൊപ്പം. ശ്യാം ദേവരാജ്, ബൃന്ദ കാരാട്ട് ദില്ലിയിലാണ് പരാതി നൽകാൻ ശ്രമിച്ചത്. ജൂറിസ്ഡിക്ഷൻ അവിടെയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പരാതി സ്വീകരിക്കാതിരുന്നതെന്നാണ് ദില്ലിയിൽ നിന്ന്, പോലീസിൽ നിന്ന് വരുന്ന വിശദീകരണം. അടുത്ത നീക്കം സുപ്രീം കോടതിയിലേക്കാണോ? ഇന്ന് തന്നെയുണ്ടോ? സുജയ പാർവതി, അല്പസമയത്തിനകം ഇത് സംബന്ധിച്ച ഹർജി സുപ്രീം കോടതി പരിഗണിക്കും. സുപ്രീം കോടതിയിൽ നേരിട്ട് തന്നെ ഈ വിഷയം ഉന്നയിക്കാനാണ് ബൃന്ദ കാരാട്ടിന്റെ സിപിഐഎമ്മിന്റെ ശ്രമം. സിപിഐഎമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയാണ് ബൃന്ദ കാരാട്ട്. ബൃന്ദ കാരാട്ടാണ് ഇന്നലെ ഡൽഹി പോലീസിൽ ഇത് സംബന്ധിച്ച പരാതി നൽകിയത്. കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവാദമായ പ്രസംഗം രാജസ്ഥാനിൽ വെച്ച് നടത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കണമെന്നായിരുന്നു ദില്ലി പോലീസിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനം. എന്നാൽ കേസെടുക്കാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡൽഹി പോലീസ് തയ്യാറായില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയതും സുപ്രീം കോടതിക്ക് മുന്നിലേക്ക് ഈ വിഷയം ഉന്നയിക്കുന്നതും. പ്രത്യേകിച്ചും പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദി ആ പദവിയിലിരിക്കെയാണ് ഇത്തരമൊരു പരാമർശം നടത്തിയത്. അതുകൊണ്ട് തന്നെ അത് സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് ഉചിതം എന്നതാണ് സിപിഎം കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതിക്ക് മുന്നിൽ ഈ വിഷയം ഉന്നയിക്കാനും നടപടി സ്വീകരിക്കാൻ, കേസ് എടുക്കുന്ന അടക്കമുള്ള നടപടി സ്വീകരിക്കാൻ ഡൽഹി പോലീസിന് നിർദ്ദേശം നൽകണമെന്നുള്ള ആവശ്യം സുപ്രീം കോടതിയിൽ സിപിഐഎം ഉന്നയിക്കുന്നത്. ഓക്കെ, കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. അല്പസമയത്തിനകം കോടതി ഹർജി പരിഗണിക്കുമ്പോൾ വീണ്ടും എത്താം നമുക്ക് ശ്യാം ദേവരാജിലേക്ക്.